إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا. സമാധാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് അജ്ഞാനവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും കൃപയും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പവിത്രമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തിന്റെ മാഹാത്മ്യവും പ്രത്യേകതയും ഒക്കെ ഒരു കുറെ മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമാണ് നമ്മളെല്ലാവരും. ഈ ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും അവിടുത്തെ കുടുംബത്തിന്റെയും ത്യാഗത്തിന്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന, ഹൃദയാന്തരങ്ങളിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായി ഓരോ ദിവസവും വ്യത്യസ്ത സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനയിൽ ആ കുടുംബത്തെ പരാമർശിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ നമസ്കാരത്തിലും അത് ഫറലാവട്ടെ, സുന്നത്താവട്ടെ, റവാത്തിബ് സുന്നത്താവട്ടെ, അതിലൊക്കെ തന്നെയും ഇബ്രാഹിമി സ്വലാത്തിൽ ആ കുടുംബത്തെ നമ്മൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായിരുന്നു ഈ പ്രവാചകൻ ഇത്രമാത്രം ലോകത്ത് അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ആദർശമായിരുന്നു. ആ ആദർശത്തിലൂടെ അത് കടന്നുപോയപ്പോൾ 100-ലധികം വർഷം ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ അദ്ദേഹം ലോകത്തിന്റെ അവസാനം വരെ ആളുകളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ പിതാവ്, ആദർശ പിതാവ്, ഏത് ആദർശമാണോ ലോകത്ത് കാഴ്ചവെച്ചത് അതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പിൻപറ്റാൻ വേണ്ടി കൽപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 69 തവണ പേര് പരാമർശിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആ പ്രവാചകൻ അവിടുത്തെ പരമ്പരയിലൂടെ ധാരാളക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായിരുന്നു. ആ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരമ്പരയിലൂടെ ലോകത്ത് ധാരാളക്കണക്കിന് പ്രവാചകന്മാർ വന്നു. നമുക്കറിയാവുന്നതുപോലെ ലോകത്തുള്ള സെമിറ്റിക് മതങ്ങളിൽ, അത് ഇസ്ലാമാവട്ടെ, ക്രിസ്തു മതമാവട്ടെ, ജൂതമതമാവട്ടെ, എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാവരും ആ പ്രവാചകനെ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവിടെ നമുക്കുള്ളൊരു വ്യതിരക്തത, മറ്റുള്ള വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുന്നത് അത് മുസ്ലിങ്ങളാണ് എന്നുള്ളത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശം വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നിടത്ത്, ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തിയിടത്ത്, സൂറത്ത് മുംതഹിനയിലെ 4-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. വിശുദ്ധ ഖുർആനിൽ ഉത്തമ മാതൃക എന്ന് പറയുന്ന 2 പദം, ഉസ്വത്തുൻ ഹസന എന്ന പദം 2 ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചാണ്, മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ഈ 2 പ്രവാചകന്മാരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് ഖുർആൻ ആണയിട്ട് കട്ടായമായി നമുക്ക് പറഞ്ഞു തരുന്നു. ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പറ്റി പറയുന്ന ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. വല്ലദീന മഅഹു, അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും നമുക്ക് മാതൃകയുണ്ട്. എന്താണ് മാതൃക? അവര് തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞ കാര്യത്തിലാണ് മാതൃക. എന്താണ് അവർ പറഞ്ഞത്? അവരവരുടെ ജനതയോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഞങ്ങൾ നിങ്ങളെ തൊട്ട് വിട്ടു നിൽക്കുകയാണ്. അല്ലാഹു പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലാഹു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെ ഇലാഹുകളുണ്ടോ, ഏതൊക്കെ ദൈവങ്ങളുണ്ടോ, അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഇതാ വിരമിക്കുകയാണ്. ഞങ്ങൾ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു: കഫർനാ ബിക്കും, നിങ്ങളുമായിട്ട് ഞങ്ങൾ അവിശ്വസിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളോട് സമരസപ്പെടാൻ, നിങ്ങളോട് പാരസ്പര്യം കാണിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അതുകൊണ്ട് ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും ശത്രുതയും വിദ്വേഷവും രൂപപ്പെട്ടിരിക്കുകയാണ് എന്നേക്കുമായിട്ട്. എന്താണ് അതിന് പരിഹാരം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ അവരുടെ വാദത്തെ കുറിച്ച്, അവരുടെ സംസാരത്തെ കുറിച്ച് പറയുന്നു. ആരുടെ സംസാരത്തെ കുറിച്ച്? ആദർശപിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും
അദ്ദേഹത്തിൽ വിശ്വസിച്ച വിരളമായിട്ടുള്ള ആളുകളും ആ സമുദായത്തിൽ നിലനിന്നിരുന്ന എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നോ, എന്തൊക്കെ ഇബാദത്തുകളിൽ അള്ളാഹുവിന് പൊരുത്തപ്പെടാത്തതുണ്ടായിരുന്നോ, എന്തൊക്കെ ശിർക്കുകൾ ഉണ്ടായിരുന്നോ, അതിനെതിരിൽ ഇവർ പറഞ്ഞൊരു വർത്തമാനം ഇതാണ്: ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്, ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്. അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നത് വരെ നമ്മളും നിങ്ങളും തമ്മിൽ യാതൊരു കണക്ഷനുമില്ല, യാതൊരു ബന്ധവുമില്ലെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തന്റെ ആളുകളും അവിടുത്തെ ഇതിനെതിരിൽ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു എന്നത് ഖുർആൻ പറയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് മാതൃകയുള്ളത്. നമ്മൾ ആലോചിക്കൂ, ഈ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു വഴിയിലൂടെയാണോ കടന്നുപോയത്, ആ മില്ലത്തിനെ പിൻപറ്റണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ദുൽഹിജ്ജയുടെ ആദ്യത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പ്രഖ്യാപിച്ച തൽബിയത്ത് ലാ ശരീക ലക് എന്നുള്ളതാണ് അതിൽ മർമ്മപ്രധാനമായത്. പടച്ചവനെ, നിനക്ക് പങ്കുകാരായിട്ടുമില്ല, നിനക്ക് പങ്കുകാരായിട്ട് ആരുമില്ല. ഈ ഒരു പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആ വിശുദ്ധ ഭൂമിയിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഹാജിമാർ അവരിത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ നാട്ടിൽ വസിക്കുന്ന നമുക്ക് ഈ പ്രവാചകനെ കുറിച്ച് സ്മരിക്കാതെ ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല. ധാരാളക്കണക്കിന് പേരുകൾ കൊണ്ട് ഈ പ്രവാചകൻ ആദരിക്കപ്പെട്ടു. ഈ പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പേരുകൾ കൊണ്ട് സ്ഥാനം ലഭിച്ചു. ആ പേരുകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഒരു ആൾക്ക് എത്രമാത്രം ഇത്ര വിജയം നേടിയെടുക്കാൻ കഴിയും. നമ്മൾ ആലോചിക്കൂ, ഒരാൾക്ക് പരമാവധി ഭൗതിക ലോകത്ത് ഒരു എക്സാമിൽ പങ്കെടുക്കുമ്പോൾ 100-ൽ 100 മാർക്കാണ് കിട്ടുന്നത്. 100-ൽ 100 എന്ന് പറയുന്നൊരു മാനദണ്ഡം ഭൗതിക കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിൽ 100-ൽ 101 കിട്ടുമായിരുന്നെങ്കിൽ അത് കിട്ടാൻ 100% യോഗ്യതയുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്നിടത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുണ്ട്. എത്രയെത്ര പേരുകൾ കൊണ്ട് അദ്ദേഹം ആദരിക്കപ്പെട്ടു. ഖലീൽ എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ പേരാണ്. ഇമാം എന്ന് പറയുന്നത് ഖുർആൻ പ്രയോഗിച്ച പേരാണ്. സിദ്ദീഖ് എന്നും മുഅ്മിൻ എന്നും മുസ്ലിം എന്നും മുഹ്സിൻ എന്നും വഫ എന്നും ഹനീഫ് എന്നും അവ്വാഹ് എന്നും മുനീബ് എന്നും ഷാക്കിർ എന്നും ഖാനിത്ത് എന്നും തുടങ്ങി ഒരു വ്യക്തിക്ക് ഇത്രമാത്രം പേരൊരു പുരുഷായുസ്സിൽ കിട്ടണമെങ്കിൽ അത് ജീവിതത്തിന്റെ അത്രമാത്രം ത്യാഗം കൊണ്ട് മാത്രം കഴിയുന്നതാണ്. നമ്മൾ ആലോചിക്കും, അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തിന് വേറെന്താ കിട്ടേണ്ടത്? ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ ഉന്നത സ്ഥാനത്തുള്ള ഒരാൾ പറയുന്നു ഇന്നാൾ എന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അഡ്രസ് ആയിരിക്കും. എങ്കിൽ അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ പറ്റി പറയുന്നു, അള്ളാഹു എന്റെ ചങ്ങാതിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ലോകത്തിന് ഇമാമായിട്ട് നിന്ന പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് അനുധാവനം ചെയ്യാൻ അത്രമാത്രം വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണ് ഇമാമായി മാറിയത്. ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കൂ, ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഒരു ഉമ്മത്ത് എന്ന് ഒരിക്കലും പറയില്ല. ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം എന്നാണ് അർത്ഥം. ആ സമുദായത്തിൽ ആരൊക്കെയുണ്ട്? ലോകത്തൊരു സമുദായം എന്ന് പറയുമ്പോൾ ആ സമുദായത്തിൽ രാജാക്കന്മാരുണ്ട്, അവിടെ പ്രജകളുണ്ട്, അവിടെ സാധാരണക്കാരുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാധാ ജോലി ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഉമ്മത്തായി മാറുന്നത്. എങ്കിൽ നമ്മൾ ആലോചിക്കും, അതേ പേര് അള്ളാഹു ഒരു വ്യക്തിക്കിട്ടത് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ്. വേറെ സ്ഥലത്ത് പറഞ്ഞു വഫ, എല്ലാം പൂർത്തീകരിച്ച പ്രവാചകൻ, ഒന്നും പൂർത്തീകരിക്കാതിരുന്നില്ല. പറഞ്ഞ വിഷയത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ചെയ്താൽ ഭാവിയിൽ എന്തു സംഭവിക്കും, ഇന്നത് ചെയ്താൽ എനിക്ക് എന്ത് നഷ്ടം വരും, എന്ത് ലാഭം കിട്ടുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാം പൂർണ്ണമായി ചെയ്ത പ്രവാചകൻ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ച പ്രവാചകൻ. നമ്മൾ ആലോചിക്കും, വീട്ടിൽ നിന്ന് പിതാവ് ഇറക്കി വിട്ടു, ഒരു പ്രയാസവും ഉണ്ടായില്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് വരാനുള്ള ഭാവിയെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചില്ല. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു, എന്റെ ജീവൻ അപതാളത്തിലാകുമോ എന്ന ഒരു ആശങ്ക ആ പ്രവാചകൻ വെച്ചു പുലർത്തിയില്ല. നാട് വിടേണ്ടി വന്നു, മക്കളില്ലാതെ വർഷങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ആലോചിക്കും, സ്വന്തം അവസാനത്തിൽ ജീവിതത്തിന്റെ അവസാനത്തിലുണ്ടായ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഭാര്യ ഹാജറിനെയും വിജനമായ മക്ക മണലാരുണ്യത്തിൽ 4500 കൊല്ലം മുമ്പ് ആ നാടിന്റെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കൂ. അവിടെ കൊണ്ടിട്ടു പോകാൻ വേണ്ടി കൽപ്പിച്ചപ്പോ യാതൊരു വൈമനസ്യവും കാണിച്ചില്ല. സ്വന്തം മകനെ അറക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെയും അദ്ദേഹത്തിന് യാതൊരു നിരാശയും ഉണ്ടായില്ല. ഇതാണ് ഖുർആൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, വഫ, എല്ലാം പൂർത്തീകരിച്ച പ്രവാചകൻ.
എല്ലാം പൂർത്തീകരിച്ച പ്രവാചകൻ. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ധാരാളക്കണക്കിന് ആയത്തുകൾ പറഞ്ഞു തന്നിടത്ത് ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞൊരു സൂക്തം ഇങ്ങനെയാണ്: വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനും വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അല്ലാഹു നമ്മളോട് ചോദിക്കുകയാണ്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിന് വേണ്ടി തന്റെ മുഖത്തെ തിരിക്കുകയും പരിപൂർണമായിട്ട് കീഴ്പ്പെടുകയും ചെയ്ത ഉത്തമ മതക്കാരനേക്കാൾ ഉത്തമനായിട്ട് ആരാണുള്ളത്? ആ മുഖത്തെ അള്ളാഹുലേക്ക് തിരിക്കുന്നിടത്ത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നൊരു വഴി എന്ന് പറയുന്നത് മനസ്കനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു വക്രതയുമില്ലാതെ നേരെ ചൊവ്വെ അള്ളാഹുലേക്ക് മുഴുവൻ സമർപ്പിച്ച പരിപൂർണ മുസ്ലിമായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ മാർഗത്തെ മില്ലത്തിനെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല മതമുള്ളവൻ, ഏറ്റവും നല്ലവൻ ആരാണ് വേറെയുള്ളത്? അവിടെയും ഇബ്രാഹിം നബിയിലേക്ക് നമ്മളെ ചേർത്ത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തെരഞ്ഞെടുക്കപ്പെട്ടു. ദുനിയാവിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ നമ്മൾ തെരഞ്ഞെടുത്തു, പ്രത്യേകമായ സ്ഥാനങ്ങൾ കൊണ്ട് ആദരിച്ചു. നാളെ പരലോകത്തും അദ്ദേഹത്തെ നമ്മൾ ആ നിലക്ക് തന്നെ കാണും, തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടായിരിക്കുമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മൾ നിത്യവും നമസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കും കുടുംബത്തിനും നീ നിന്റെ എല്ലാവിധ നന്മകളും രക്ഷയും സമാധാനവും വർഷിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും അത് നൽകണമേ. നമ്മൾ ആലോചിക്കും, നമ്മൾ നിരന്തരം അത് ചൊല്ലാറുണ്ട്, പക്ഷേ ആ പ്രവാചകനെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് കൊണ്ടുവരാൻ കഴിയാറുണ്ടോ? ഇവിടെ നമ്മൾ ഇനി മറ്റൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ലോകത്തുള്ള എല്ലാ മതക്കാരും, ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒരേപോലെ അംഗീകരിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ അവർ പലപ്പോഴും ഈ പ്രവാചകന്റെ പാരമ്പര്യത്തെ പറഞ്ഞ് അത് വല്ലാതെ ഊറ്റം കൊള്ളാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. അവിടുത്തെ പലതിന്റെയും സ്തുതികൾ, ഗീതങ്ങൾ, അവധാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ സന്തോഷം പങ്കിടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതല്ല മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യത്തെ, അതിനെക്കുറിച്ച് സന്തോഷം വെക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത് ആദർശത്തെ കൂടി നെഞ്ചോട് ചേർക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അവരൊക്കെ ആ പ്രവാചകനെ അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു എന്നുണ്ടെങ്കിലും വിശ്വാസ രംഗത്ത് അവർ വലിയ അപകടത്തിലാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ ഖുർആനിന്റെ ഒരു സൂക്തം എങ്ങനെയാണ്? അവര് പറഞ്ഞു, ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ ജൂതന്മാർ യഹൂദികളാവുക, അല്ലെങ്കിൽ നിങ്ങൾ നസാറാക്കളാവുക, ക്രിസ്ത്യാനികളാവുക, എങ്കിൽ തഹ്തദൂ, നിങ്ങൾക്ക് സന്മാർഗം സൃഷ്ടിക്കാൻ കഴിയും. ഈ ഒരു വാചകത്തെ, ഈ ഒരു വർത്തമാനത്തെ ഖുർആൻ തിരുത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുൽ നബിയെ പറയുക, പറഞ്ഞു കൊടുക്കണം, ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാർഗം എന്ന് പറയുന്നത് അത് കുറ്റമറ്റതാണ്, അത് കറകളഞ്ഞതാണ്. അതിൽ ലവലേശം പോലും ഒരു മാലിന്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല, ഒരു അവിശ്വാസത്തെ, ഒരു ഷിർക്കിനെ കാണാൻ കഴിയില്ല. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഷിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഇബ്രാഹിം പ്രവാചകൻ അലൈഹിസ്സലാം ഷിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ജൂതന്മാരും ക്രിസ്ത്യാനികളും നിങ്ങൾ അങ്ങനെ ആവണമെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ മതക്കാരാവണമെന്ന് പറയുമ്പോൾ അള്ളാഹു അത് തിരുത്തുന്നു. നമ്മൾ ആലോചിക്കും, ജൂതന്മാരുടെ വിശ്വാസം പാടിപ്പോയി. അവര് പറഞ്ഞു, ഉസൈർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു, മറിയം ഇബ്നുല്ലാ, അള്ളാഹുവിന്റെ പുത്രനാണ് ഈസാ അലൈഹിസ്സലാം. എന്നാൽ ഖുർആൻ അത് തിരുത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന് മക്കളില്ല, അവന് സന്താനങ്ങളില്ല, അവന് കുടുംബമില്ല, അവന് ഇണയില്ല, തുണയില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ജനിച്ചവനല്ല, ജനിപ്പിച്ചവനല്ല, സന്താനങ്ങളില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, അവന് തുല്യരായിട്ട് ഒരാളുമില്ല. ഇതാണ് വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇതാണ് വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ച ഇറാഖിലെ ഊർ പട്ടണം,
ആ ഊർ പട്ടണത്തിൽ ഒരു 5 ലക്ഷത്തിന്റെ അടുത്തുള്ള മനുഷ്യരാണ്, ജനസംഖ്യയാണ് ഉണ്ടായിരുന്നത്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എന്ന് പറയപ്പെടുന്നു. ആ ഒരു നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ വിശ്വാസ പോരായ്മകളും ഉണ്ടായിരുന്നു. അവിടെ ശിർക്ക്പരമായ വിശ്വാസങ്ങൾ മാത്രം, അവിടെ ധാരാളക്കണക്കിന് വിഗ്രഹങ്ങൾ, അവിടെ ബിംബങ്ങൾ, ഇതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പോളിസിയും ജീവിതവുമായിരുന്നു ആ സമൂഹത്തിന്റെ നാഗരികത എന്ന് പറയുന്നത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വളർന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരത്തെ നുബുവത്ത് കിട്ടി. നമ്മൾ ആലോചിക്കേണ്ടത്, പ്രവാചകന്മാർക്ക് സാധാരണഗതിയിൽ നുബുവത്ത് കിട്ടാറുള്ളത് 40 തികയുമ്പോഴാണ് പ്രവാചകത്വം കിട്ടാറുള്ളത്. എന്നാൽ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് നുബുവത്ത് കിട്ടി. കുഞ്ഞായിരിക്കെ ജനിച്ച ഉടനെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചു. അവിടുന്ന് നുബുവത്ത് കിട്ടി. സൂറത്ത് മറിയമിൽ നമുക്കത് വായിക്കാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നുബുവത്ത് കിട്ടിയത് ഏതാണ്ട് 16 വയസ്സ് തികയുമ്പോഴായിരുന്നു. ചെറുപ്പത്തിൽ അത് കിട്ടി. അവിടുന്ന് അങ്ങോട്ട് തന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയി. വിഗ്രഹങ്ങൾക്കെതിരിൽ സംസാരിച്ചു, വിഗ്രഹങ്ങളെ തച്ചുടച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവര് ഭയപ്പെടുത്തി. അവരുടെ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടച്ചപ്പോ ആ നാട്ടിലുള്ള ആളുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ ഭയപ്പെടുത്തിയപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചൊരു ചോദ്യം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ്. നിങ്ങൾ പങ്കു ചേർക്കുന്ന ഈ പങ്കാളികൾ, ഈ വിഗ്രഹങ്ങൾ, ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു പേടിയില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിൽ നിങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. പിന്നെ ഞാൻ എന്തിന് ആ വിഗ്രഹങ്ങളെ പേടിക്കണം? ഈ ആളുകൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഇബ്രാഹിം, ഈ വിഗ്രഹങ്ങളെ നീ അവഹേളിച്ചാൽ, ഇതിനെ മോശമായിട്ട് പറഞ്ഞാൽ അതിന്റെ കുരുത്തക്കേടുകൾ നിനക്ക് ലഭിക്കും, അതിന്റെ ശാപം നിനക്ക് വരും, കോപം വരും, അത് പെയ്തിറങ്ങുമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ നിങ്ങൾ പേടിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിന് ഈ വിഗ്രഹങ്ങളെ പേടിക്കണം? എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിൽ എന്ത് പ്രമാണമാണുള്ളത്? മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. എന്തെങ്കിലും ഒരു പ്രമാണം ഇതിന്റെ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അവരുടെ ആരാധന്മാരായിരുന്നു. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി. എന്നിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. പ്രവാചകരെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജൂതനായിരുന്നില്ല, അദ്ദേഹം ഒരു നസ്റാനിയായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. അദ്ദേഹം പൂർണ്ണമായ മുസ്ലിമായിരുന്നു, അദ്ദേഹം പൂർണ്ണമായ മുവഹിദായിരുന്നു. വമാ കാന മിനൽ മുശ്രികീൻ. അദ്ദേഹം മുശ്രിക്കായിരുന്നില്ല, അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ ആദത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നെഞ്ചോട് ചേർത്ത ആദർശം, ആ ആദർശത്തിന്റെ പൊരുൾ എന്താണെന്ന് അതിനെക്കുറിച്ച് നമ്മൾ അനാവരണം ചെയ്യണം. നമ്മുടെ മനസ്സുകളിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കണം. എന്നിട്ട് ആ പ്രവാചകന്റെ മില്ലത്തിനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുമ്പോൾ എന്തായിരുന്നു ആദർശം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും ആ പ്രവാചകനെ ഓർക്കുവാനും ഒക്കെയുള്ള സന്ദർഭമായിട്ട് ഈ ദിവസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ബർക്കത്തും നിഅമത്തും ഒക്കെ അള്ളാഹു നമ്മിൽ സദാ വർഷിക്കും. ആ രൂപത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുത്തഖികളിൽ, വിശിഷ്യ മുവഹ്ഹിദുകളിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ദുൽഹിജ്ജ മാസത്തിന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങളാണെന്നും ആ ദിനങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുകൾക്കും കർമ്മങ്ങൾക്കും മറ്റു സന്ദർഭങ്ങളില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ദുൽഹിജ്ജയുടെ 8-ന്റെ അന്നാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്.
ആ ദുൽഹിജ്ജ 8-ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് യൗമ തറവിയ, അഥവാ അന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണ സാമഗ്രികളും ഒക്കെ ഈ 5-6 ദിവസത്തേക്ക് സമാഹരിക്കുന്ന, ഒരുക്കി വെക്കുന്ന ദിവസമായിരുന്നു ദുൽഹജ്ജ് 8 എന്ന് പറയുന്നത്. ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത് യൗമ അറഫ, അറഫ ദിനമാണ്. ദുൽഹജ്ജ് 10 എന്ന് പറയുന്നത് യൗമുൻ നഹർ, ബലിയറക്കുന്ന അഥവാ പെരുന്നാൾ ദിനമാണ്. ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ബോധ്യപ്പെടുത്തി. ഇവിടെ ദുൽഹജ്ജ് 9-ന് നമുക്ക് നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് സുന്നത്തായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായിട്ടുള്ള നോമ്പ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിടത്ത് അറഫയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് അവർക്ക് കിട്ടുന്നത്. അന്ന് അറഫയിൽ നിൽക്കുന്നവർക്ക് പാപമോചനവും നരകമോചനവും ഒക്കെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ അക്സറു മിൻ അൻ യഅതികല്ലാഹു ഫീ അബദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അല്ലാഹു ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആ അറഫ ദിനത്തിലാണ്. അപ്പൊ അവിടെ സംഗമിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ഭാഗ്യമായിട്ട്, ഒരു പ്രതീക്ഷയായിട്ട് ഇസ്ലാം വലിയ ഒന്നായിട്ട് പരിചയപ്പെടുത്തി. മാത്രമല്ല അല്ലാഹു യൻസിലു ഇല സമാഇ ദുനിയ, ആ അറഫയിൽ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സമാഉ ദുനിയയിലേക്ക് ഇറങ്ങി വരും. നമ്മളീ കാണുന്ന ഈ ആകാശമാണ് ദുനിയാവിനോട് ചേർന്ന് നിൽക്കുന്നത്. അതിന്റെ മുകളിലേക്ക് 6 ആകാശങ്ങൾ വേറെയുണ്ട്. ആ 6 ആകാശങ്ങളുടെ മുകളിൽ 7-ാം ആകാശത്തിൽ തന്റെ അർശിൽ നിന്ന് അല്ലാഹു സമാഉ ദുനിയയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവിടുന്ന് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹജ്ജ് നിർവഹിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, അറഫയിലുള്ളവർക്ക് മുഴുവൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇത് വിളിച്ചു പറയാൻ കൂടെ നിൽക്കുന്ന ആളുകളിൽ 1,00,000 ആളുകളുണ്ട്. അവർക്കിടയിലൂടെ ഇത് ഉറക്ക വിളിച്ചു പറയാൻ വേണ്ടി ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി. അപ്പൊ അവിടുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, ഇത് ഇന്ന് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ ഈ പാപമോചനത്തിനുള്ള വഴിയുള്ളത്? അതല്ല, എല്ലാവർക്കും ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ അതാ മിൻ ബഅദികും ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾക്കുണ്ട്, അന്ത്യനാൾ വരെ അറഫയിൽ നിൽക്കുന്നവർക്കും ഈ ഒരു ആനുകൂല്യമുണ്ട്. അപ്പൊ അറഫയിൽ നിൽക്കുന്നവർക്ക് അത് വലിയ ഒരു ഔദാര്യമായിട്ട്, ഒരു ഫളലായിട്ട് അല്ലാഹു നൽകി. ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് ദുൽഹജ്ജ് 9-ന് നമുക്ക് ഈ ദിവസത്തിൽ നമുക്ക് നോമ്പ് നോൽക്കുക എന്നതാണ്. ഈ നോമ്പിന്റെ പ്രത്യേകത കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ, വൻ പാപങ്ങളല്ലാത്ത പാപങ്ങളൊക്കെ മായ്ക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഇതൊരു പക്ഷെ നമ്മുടെ ബുദ്ധി ചിലപ്പോ എങ്ങനെയാണ് ഒറ്റ നോമ്പ് കൊണ്ട് കഴിഞ്ഞൊരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടാൻ ചിലപ്പോൾ ചോദിക്കാൻ ചിലരെങ്കിലും സാധ്യതയുണ്ട്. നമ്മൾ ആലോചിക്കും, ലൈലത്തുൽ ഖദറിന്റെ അന്ന് നമുക്ക് 1000 മാസത്തേക്കാൾ പുണ്യമാണ്. അപ്പൊ ചിലപ്പോ ഈ 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷവും 4 മാസവും ഒരു രാത്രി കൊണ്ട് എങ്ങനെ അത് കിട്ടും? അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ, റസൂലുള്ളാഹി ഒരു കാര്യം പറഞ്ഞാൽ, പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ആശങ്ക നമുക്കില്ല, സംശയമില്ല. അതിൽ നമ്മൾ ബദ്ധശ്രദ്ധരായിട്ട് അത് നെഞ്ചോട് ചേർക്കുക എന്നതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈദുൽ അദ്ഹ എന്ന് പറയുന്നത്, ബലിപെരുന്നാൾ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പിറവിക്കനുസരിച്ച് 28-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ. അപ്പോ അതിന്റെ തലേ ദിവസം ബുധനാഴ്ച യൗമ അറഫ, നമുക്ക് ദുൽഹജ്ജ് 9. അന്ന് നമ്മൾ ഈ നോമ്പിനെ നമ്മളെല്ലാവരും, നമ്മളും നമ്മുടെ കുടുംബവും മക്കളും ഭാര്യയും വീട്ടിലുള്ള പ്രായപൂർത്തിയായവരൊക്കെ നിർവഹിക്കാൻ ഇപ്പൊ തന്നെ നമ്മൾ നിയ്യത്ത് വെച്ച് കഴിഞ്ഞൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ഭാവങ്ങൾ, ഒരുപക്ഷെ അടുത്ത വർഷം നമുക്ക് ആർക്കൊക്കെ ഈ ദിവസത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഈ വർഷം തന്നെ ആർക്കൊക്കെ ഇതിൽ നിലകൊള്ളാൻ കഴിയുമെന്ന് പറയും സാധ്യമല്ല. അതുകൊണ്ട് കിട്ടിയ അവസരത്തിൽ ഈ നോമ്പിനെ നിർവഹിക്കുന്നിടത്ത് എല്ലാവരും പരമാവധി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കുവാനുള്ളത്, ഈ വർഷത്തെ ബലിപെരുന്നാൾ നമ്മുടെ കാലാവസ്ഥയും മഴയും അതിന്റെ സാധ്യതയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പെരുന്നാൾ നമസ്കാരം ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് നടത്തപ്പെടുന്നത്. രാവിലെ കൃത്യം 7:20-ന് 7:20 നമ്മുടെ നമസ്കാരം ആരംഭിക്കും. സുബഹി വളരെ നേരത്താണ്, 4:45, 4:45 സുബഹി. അത് കഴിഞ്ഞ് 2.5 മണിക്കൂറിലധികം സമയമുണ്ട്. അപ്പൊ നമ്മുടെ ഈ നമസ്കാരം തുടങ്ങുന്ന മുറക്ക് വരിക എന്നതല്ല, ഇത് വലിയൊരു ഇബാദത്തിന്റെ ഭാഗമായിട്ടുള്ള നമസ്കാരമാണ്. മുസ്ലിങ്ങൾക്ക് 2 ആഘോഷങ്ങളാണ്, ഒന്ന് ഈദുൽ ഫിത്റും, 2 ഈദുൽ അദ്ഹയും. ആ ഈദുൽ അദ്ഹ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കനപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ പരിസമാപ്തിയിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ഇബാദത്ത്. അപ്പൊ നേരത്തെ ഈ പെരുന്നാളിന്റെ സുന്നത്ത് കൂടി കുളിക്കുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പുരട്ടുക,
അങ്ങനെ തെക്കുബീറുകൾ മുടക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ വരണം. തെക്കുബീർ മുടക്കി അള്ളാഹുവിനെ പ്രകീർത്തിച്ച് അവനെ പുകഴ്ത്തി അങ്ങനെ പള്ളിയിൽ വന്ന് കുറച്ചു സമയം തെക്കുബീർ ചൊല്ലിയിരിക്കാൻ കണ്ടിട്ടായിരിക്കണം നമ്മൾ വരേണ്ടത്. നമസ്കാരത്തിന് സ്വത്ത് കെട്ടിയിട്ട് പിന്നീട് ഇങ്ങനെ വരുന്ന ഒരു രീതി അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് ചെയ്യാവുന്ന ത്യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ വന്നിരുന്ന് കുറച്ചു സമയമെങ്കിലും സ്വഫായിട്ടിരുന്ന് തക്ബീറുകൾ മുഴക്കി ആ നമസ്കാരത്തിൽ പങ്കെടുത്ത് അതിനുശേഷം നമുക്ക് വളരെ കനപ്പെട്ട ബലികർമ്മം ഗുരുക്കളെ അറക്കുവാനുണ്ട്, ആ കർമ്മത്തിലേക്ക് പോവാനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അവന്റെ കാരുണ്യത്താൽ പുറത്തു തരുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും, നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തിട്ടുള്ള പോരായ്മകൾ, നമ്മളോട് ചെയ്തിട്ടുള്ള പാതകങ്ങൾ, അതിക്രമങ്ങൾ എല്ലാം അല്ലാഹു മായ്ച്ചു തരുമാറാവട്ടെ. ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾ നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ സദസ്സിലും നമ്മുടെ വീടുകളിലും ആശുപത്രികളിലും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തും പരിപൂർണ്ണ ശിഫയും നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. വിശിഷ്യ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ പല നാടുകളിലും, പലസ്തീൻ അടക്കം പലയിടത്തും പ്രയാസങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഐശ്വര്യവും ധന്യതയും സഹായവും പിന്തുണയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അസ്റിനാ മിനൻ നാർ